നമസ്കാരം. തനിനിറം വാർത്തകളിലേക്ക് സ്വാഗതം. കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ ചോദ്യമായി ഇപ്പോൾ ഉയരുന്നത് ആരാണ് അടുത്ത മുഖ്യമന്ത്രി എന്നതാണ്. രാഷ്ട്രീയ ചർച്ചകൾക്കൊപ്പം ജ്യോതിഷ ലോകവും ഈ വിഷയത്തെ ശ്രദ്ധാപൂർവം നിരീക്ഷിക്കുകയാണ്. നക്ഷത്രങ്ങളും നിലവിലെ ഗ്രഹഗതിയും അടിസ്ഥാനമാക്കി നേതാക്കളുടെ സമയാനുകൂല്യം എങ്ങനെയെന്ന ചർച്ചകൾ രാഷ്ട്രീയ ഇടനാഴികളിലും സജീവമാണ്. വി.ഡി. സതീശന്റെ നക്ഷത്രം ചതയമാണ്. ജ്യോതിഷപ്രകാരം ചതയം നക്ഷത്രക്കാർക്ക് ജൂൺ ആദ്യവാരം വരെ വ്യാഴത്തിന്റെ ശക്തമായ അനുകൂലത നിലനിൽക്കുന്ന സമയമാണ്. 5-ലെ വ്യാഴം അധികാരലാഭം, ജനപിന്തുണ, പുതിയ ഉത്തരവാദിത്വങ്ങൾ, അംഗീകാരം എന്നിവയുടെ സൂചനയായി കണക്കാക്കപ്പെടുന്നു. അതുകൊണ്ട് തന്നെ നേതൃസ്ഥാനവുമായി ബന്ധപ്പെട്ട നിർണായക അവസരങ്ങൾ വി.ഡി. സതീശന് ലഭിക്കാൻ സാധ്യത കൂടുതലാണെന്നാണ് വിലയിരുത്തൽ. എന്നാൽ കാര്യങ്ങൾ അതിവേഗം തീരുമാനത്തിലേക്ക് നീങ്ങേണ്ട സാഹചര്യമാണെന്നും ജ്യോതിഷ നിരീക്ഷണങ്ങൾ പറയുന്നു. രാഷ്ട്രീയ അനിശ്ചിതത്വമോ വൈകിപ്പോക്കോ ഉണ്ടായാൽ പിന്നീട് അനുകൂലത കുറയാൻ സാധ്യതയുണ്ട്. ജൂണിന് ശേഷം വ്യാഴസ്ഥിതി മാറുന്നതോടെ നിലവിലെ പിന്തുണയും ആത്മവിശ്വാസവും കുറയുന്ന ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ പോകാമെന്ന വിലയിരുത്തലുമുണ്ട്. കെ.സി. വേണുഗോപാലിന്റെ നക്ഷത്രം ഉത്രാടമാണ്. ഉത്രാടം നക്ഷത്രക്കാർക്ക് രാശിഭേദം അനുസരിച്ചാണ് ഫലവ്യത്യാസമുണ്ടാകുന്നത്. ധനുരാശിയാണെങ്കിൽ നിലവിലെ സമയം ഗുണകരമെന്നാണ് ജ്യോതിഷ സൂചന. ദേശീയ തലത്തിൽ കൂടുതൽ സ്വാധീനവും സംഘടനാ ചുമതലകളിൽ ശക്തമായ ഇടപെടലും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എന്നാൽ മകരരാശിയാണെങ്കിൽ അവസാന നിമിഷ തടസ്സങ്ങളോ അപ്രതീക്ഷിത മാറ്റങ്ങളോ ഉണ്ടാകാമെന്നും വിലയിരുത്തുന്നു. രമേശ് ചെന്നിത്തലയുടെ നക്ഷത്രം തിരുവാതിരയാണ്. തിരുവാതിര നക്ഷത്രക്കാർക്ക് ഇപ്പോൾ ജന്മവ്യാഴവും കണ്ടകശനിയും ചേർന്ന ഘട്ടമാണെന്നാണ് ജ്യോതിഷ നിരീക്ഷണം. ഇത് സാധാരണയായി കാത്തിരിപ്പ്, മാനസിക സമ്മർദ്ദം, വൈകിപ്പ് എന്നിവയുടെ കാലഘട്ടമായി കണക്കാക്കപ്പെടുന്നു. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി സ്ഥാനസാധ്യത താരതമ്യേന കുറവാണെന്ന വിലയിരുത്തലും ഉയരുന്നുണ്ട്. അതേസമയം സംസ്ഥാനത്തിന് പുറത്തുള്ള പ്രധാന രാഷ്ട്രീയ ചുമതലകൾ ലഭിക്കാൻ സാധ്യത തള്ളിക്കളയാനാവില്ലെന്നും ജ്യോതിഷ നിരീക്ഷകർ പറയുന്നു. ഇപ്പോഴത്തെ സാഹചര്യത്തെ ജ്യോതിഷ ലോകം വിശേഷിപ്പിക്കുന്നത് കയ്യാലപ്പുറത്തെ തേങ്ങ പോലെ എപ്പോൾ വേണമെങ്കിലും മാറിമറിയാവുന്ന അവസ്ഥ എന്നാണ്. വ്യാഴത്തിന്റെ മാറ്റവും രാഷ്ട്രീയ നീക്കങ്ങളും ഒരുപോലെ നിർണായകമാകുന്ന ഘട്ടമാണിത്. നേരം വെളുക്കും മുമ്പുള്ള രാഷ്ട്രീയ അന്തരീക്ഷം എന്ന രീതിയിലും ചിലർ ഇതിനെ വിലയിരുത്തുന്നു. അതുകൊണ്ട് തന്നെ ഒരു ഒത്തുതീർപ്പ് ഫോർമുലയിലേക്കും കാര്യങ്ങൾ നീങ്ങാൻ സാധ്യതയുണ്ടെന്നാണ് സൂചന. കുറച്ചുകാലം ഒരാൾക്കും പിന്നീട് മറ്റൊരാൾക്കും എന്ന രീതിയിലുള്ള സമവായ ചർച്ചകൾക്കും സാധ്യത തള്ളിക്കളയാനാവില്ല. രാഷ്ട്രീയത്തിൽ അവസാന നിമിഷ നീക്കങ്ങളും കൂട്ടുകക്ഷി സമവാക്യങ്ങളും തന്നെയാണ് പലപ്പോഴും നിർണായകമാവുന്നത്. എങ്കിലും നിലവിലെ ഗ്രഹഗതികൾ പരിശോധിക്കുമ്പോൾ വി.ഡി. സതീശന് സമയാനുകൂല്യം കുറച്ചുകൂടി ശക്തമാണെന്ന സൂചനകളാണ് ജ്യോതിഷ ലോകം പങ്കുവയ്ക്കുന്നത്. പക്ഷേ കേരളത്തിന്റെ അടുത്ത മുഖ്യമന്ത്രി ആരാകുമെന്ന ചോദ്യത്തിന്റെ അന്തിമ ഉത്തരമോ? അത് രാഷ്ട്രീയ ഹൈക്കമാൻഡിന്റെ കൈകളിലാണ്.